ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വ്ളോഗാണ്. ഇന്നലെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ ഒരു ആനുവൽ ഡേയോടനുബന്ധിച്ച് നടക്കുന്ന കോമ്പറ്റീഷൻസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പാട്ട് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡും മോളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത മാസം 7-ാം തീയതിയാണ് ആനുവൽ ഡേ വരുന്നത്. അപ്പോൾ പാട്ട് മത്സരത്തിന് മോൾക്ക് 24-ാം തീയതിയാണെങ്കിൽ 22-ാം തീയതിയാണ് കോമ്പറ്റീഷൻസിൻ്റെ ഡേറ്റ് അറിഞ്ഞത്. അപ്പോൾ പാട്ടൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി പഠിക്കുകയായിരുന്നു. ഒരു കവിത ചൊല്ലിയ ആൾ, കുട്ടി കവിത, പിന്നെ ഒരു സിനിമാ പാട്ടും പാടി. അത് രണ്ടാണ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കുട്ടി കവിതയാണെങ്കിലും ആൾ പഠിച്ചു. LKG കഴിഞ്ഞതല്ലേ ഉള്ളൂ, എന്നാലും ആൾ പഠിച്ചു കിട്ടും. അതൊക്കെ വലിയ ഇഷ്ടമാണ് ആൾക്ക് ചെയ്യാനായിട്ടൊക്കെ. പങ്കെടുത്ത രണ്ടിനും 1-ാം സമ്മാനം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അതുവഴി കുറേ നേരം ഓടി കളിച്ചൊക്കെ നടന്നു. അകത്തങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, റെസ്ട്രിക്ഷനാണ്. അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അതിന് സമ്മാനം കിട്ടിയത് ചോക്ലേറ്റ്സ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് പ്രൈസ് ഉണ്ടെന്ന് അനൗൺസ് ചെയ്തെങ്കിലും എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കുറച്ച് ചോക്ലേറ്റ്സ് ആണ് കൊടുത്തത്. അതാൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം വർണ്ണക്കടലാസിലൊക്കെ പൊതിഞ്ഞു കൊടുത്തപ്പോൾ ആൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതിനകത്ത് എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. പക്ഷെ തുറന്നപ്പോൾ മിഠായി ആൾക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ പുറത്ത് പോയിട്ട് അച്ഛൻ വാങ്ങിച്ച് തരാം, വേറെ ഗിഫ്റ്റ് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ ആളെ ആശ്വസിപ്പിച്ചു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ട് എന്തിനാണ് കരയണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ആളുടെ കാര്യം പറഞ്ഞു, ഇതുപോലെ മിഠായി അത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾക്ക് സങ്കടമായി. വിഷമിക്കണ്ട, വേറെ ഗിഫ്റ്റ് വാങ്ങിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അപ്പോൾ ഹാപ്പിയായി. ഇനി ചിരിച്ച് കളിക്കാനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിക്കുകയൊക്കെ ചെയ്തു. ആൾ ഹാപ്പിയാണ്. നമുക്കാണെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു വിഷമം തോന്നുമല്ലോ. കഷ്ടപ്പെട്ട് ഒറ്റ ദിവസം കൊണ്ട് കുടിച്ച് പഠിച്ചതല്ലേ. എന്നിട്ട് ആ അങ്കിൾ കൊണ്ടുവന്ന മോൾക്ക് ഒരു കപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും കുറച്ച് സന്തോഷമൊക്കെ ആയിട്ടോ. അതൊക്കെ വെച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതിലിനി കാപ്പി കുടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ കുറച്ചൊക്കെ ഹാപ്പിയായി. പിന്നെ കുറച്ച് വേറെ പാട്ടൊക്കെ പാടി. ഇത് കോമ്പറ്റീഷനൊന്നും അല്ലായിരുന്നു, വെറുതെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പാടിയിരുന്നു കേട്ടോ. നമുക്കാണെങ്കിലും അങ്ങനെ ഒരു വിഷമം വരില്ലേ. നമ്മൾ മുതിർന്നവരായതുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യില്ല. കാരണം ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പോൾ ഒരു ഗിഫ്റ്റ്, എന്തെങ്കിലും സമ്മാനം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ലേ. പിന്നെ അത് ഗസ്റ്റ് മാർക്കിടാനായിട്ട് വന്ന ആളുകളാണ് കേട്ടോ. അവരും അതിൽ കുറച്ച് പാട്ടൊക്കെ പാടി. നാടൻ പാട്ടൊക്കെ നന്നായിട്ട് പാടുന്ന ഒരാളാണ്. അടിപൊളി പാട്ടാണ് ഇവിടെ. മോളവിടെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. 1 മിനിറ്റ് പോലും അടങ്ങിയിരിക്കില്ല. ഇങ്ങനെയാണ് തുള്ളിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ കുറച്ച് നേരം കരയാൻ പോയപ്പോൾ മാത്രമാണ് കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരുന്നു. ബാക്കി സമയം പിന്നെ ഉച്ച കഴിഞ്ഞ് ഒത്തിരി നേരം എൻ്റെ മടിയിൽ കിടന്നുറങ്ങി. ബാക്കി സമയം മുഴുവൻ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനുശേഷം അച്ഛൻ്റെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛനൊരു കവിത ചൊല്ലി, പിന്നെ ഒരു നാടൻ പാട്ട് ചൊല്ലി, പിന്നെ ഒരു നാടകഗാനം ചൊല്ലി. നാടകഗാനം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ 4 പേര് ചൊല്ലി. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം സെക്കൻഡ് മഴ പെയ്യുമ്പോഴേ
നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെ ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി മഴ പെയ്യുമ്പോഴേ നമ്മൾ പന്തേക്കേറുമല്ലോ ഇടിവെട്ടുമ്പോ ചക്കരപ്പന്തലിൽ ചക്രവർത്തി കുമാര നിങ്ങൾ രാജത്തെ രാജകുമാരി വന്നു കാണുമോ അങ്ങനെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. തിരിച്ചു പോരുന്ന സമയത്ത് രാവിലെ പ്രോമിസ് ചെയ്തിരുന്ന പോലെ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോയി. അവരുടെ സ്റ്റോറിൽ നിന്ന് ഒരു ചെറിയ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടോ. ലിപ്സ്റ്റിക്ക് ലിപ് ബാമാണ്, വൈറ്റ് കളറാണ്, പക്ഷേ ലിപ്പിലിടുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് വരും. 15 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതൊരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. അതിലങ്ങോട്ട് നിന്നില്ല. പിന്നെ അച്ഛൻ പ്രോമിസ് ചെയ്തതായതുകൊണ്ട് പിന്നെ ഗിഫ്റ്റ് ഷോപ്പിൽ പോയിട്ട് ഒരു ടോയാണ് വാങ്ങിയത്. അപ്പോൾ അകത്ത് കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ. എന്നിട്ട് നേരെ ടോയ് ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അത് ചെന്ന് കുറേ നോക്കിയിട്ട് ആൾക്കൊന്നും അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തില്ല. കുറേ ഇങ്ങനെ തപ്പി നോക്കിയിട്ട് പിന്നെ ഒരൈറ്റം, എപ്പോഴും വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്ന കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന ഒരു സാധനം, കുട്ടിയായിരുന്നു എന്നിട്ട് അവൾ ചോദിക്കാനാണ്. അതൊരു യൂസ്ഡ് അല്ലാത്ത, പിന്നെ വെറുതെ നമ്മൾ പൈസ വേസ്റ്റ് ചെയ്യാനില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഐറ്റം ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഇത് പ്രോമിസ് ചെയ്തായതുകൊണ്ട് ഇത് വാങ്ങിച്ചു കൊടുത്ത് 360 രൂപയെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ. അങ്ങനെ ആള് ഹാപ്പിയായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ. താങ്ക് യു. ടാറ്റാ.